ഓക്കെ അല്ലേ ഓക്കെ അല്ലേ അത്രയും വേണം. പറയണേ കേറണ പറയണേ. ഇവിടുത്തെ മുൻ ജില്ലാ പഞ്ചായത്ത് അംഗം കൂടിയായിട്ടുള്ള മഹേഷ് ചന്ദ്രൻ ചേരിയാണ്. എപ്പോഴാണ് ഇവിടെ തീപിടുത്തം ഉണ്ടായത്? എന്താണ് സംഭവം? നിലവിലിപ്പോൾ 1 മണിക്കൂറായി ഈ തീപിടുത്തമാണ്. ആദ്യം ഇവിടെയുള്ള പ്രാദേശികമായിട്ട് നിൽക്കുന്ന ആളുകളാണ് കണ്ടത്. മറ്റ് ഓട്ടോറിക്ഷക്കാരും ഇവിടുത്തെ മറ്റ് കടയിലെ സ്റ്റാഫുമാണ് കണ്ടത്. അതിനുശേഷമാണ് ഇപ്പോൾ വളരെ വേഗതയിൽ തീ കത്തി പടരുമായിരുന്നു. കാരണം ഈ കടയിൽ മെഡിക്കൽ കോളേജിലേക്ക് ഉപയോഗിക്കുന്ന പ്രത്യേകിച്ച് ബെഡ്, തലയണ, പായ അങ്ങനത്തുള്ള സാധനങ്ങളടക്കമുള്ള പിന്നെ തൊട്ടപ്പുറം ഇലക്ട്രോണിക്സ്, പ്ലാസ്റ്റിക് ചെരുപ്പുകൾ അതെല്ലാം കൂടെ കൂടിയ കടയാണ് ഇപ്പം ഈ കൂടുതലായി തീ പടർന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ സമീപത്തെ കടകളിലേക്കെല്ലാം തന്നെ ഇപ്പോഴും തീ പടരുന്നതായിട്ടൊക്കെ സമീപത്തെ കടയിൽ തീ പടരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഫയർഫോഴ്സുകാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ വെള്ളമൊഴിച്ച് അത് കെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ അതിനകത്തേക്ക് വളരെ വലിയ തീ ആയിരുന്നുകൊണ്ട് അതിനകത്തോട്ട് അവർക്ക് കയറാൻ പറ്റുന്നില്ല. ഇപ്പോൾ ഏറെക്കുറെ ഒരു തീ ഒരു നിയന്ത്രണ വിധത ആയി കഴിയുമ്പോൾ അകത്തോട്ട് കയറാൻ പറ്റുമെന്നാണ് അവർ പറയുന്നത്. പക്ഷേ ഈ മുറിക്കകത്ത് ഈ കടമുറിയിലാണ് ഏറ്റവും കൂടുതൽ തീ പിടിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണിപ്പോൾ 1 മണിക്കൂറായി. 1 മണിക്കൂറോളമായി ഇപ്പം വിവിധ മേഖലയിൽ നിന്നുള്ള ഫയർഫോഴ്സ് യൂണിറ്റുകളെല്ലാം എത്തിയിട്ടുണ്ട്. ഏതായാലും ഇവിടെ വ്യാപാരി വ്യവസായി സമിതിയുടെ അടക്കമുള്ള ഈ പ്രദേശത്തെ നേതാക്കന്മാർ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ വ്യാപാരി വ്യവസായ സമിതിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി കൂടിയായിട്ടുള്ള എസ് ബിജു കൂടി നമ്മളോടൊപ്പം ചേരുകയാണ്. ഇത് എപ്പോഴാണ് തീപിടുത്തത്തെക്കുറിച്ച്? ഇന്നിപ്പോൾ രാവിലെ ഒരു 10 മണിയോട് കൂടിയിട്ടാണ് തീപിടുത്തം ശ്രദ്ധയിൽപ്പെടുന്നത്. ഇവിടെ സമീപത്തുള്ള മറ്റ് കടക്കാരാണ് ഇങ്ങനെ പുക പടരുന്നതായി ശ്രദ്ധയിൽപ്പെടുകയും പോലീസിനെയും ഫയർഫോഴ്സിനെയും അറിയിക്കുകയും ചെയ്തിട്ടുള്ളത്. ഇത് തോട്ടത്തിൽ സ്റ്റോർ എന്ന് പറയുന്ന ഒരു സ്ഥാപനമാണ്. മെത്ത ഉൾപ്പെടെയുള്ള ഉൽപ്പന്നങ്ങൾ വിൽക്കുന്ന വ്യാപാര സ്ഥാപനമാണ്. അപ്പോൾ പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളെല്ലാം ധാരാളമുള്ള ഒരു കടയാണ്. മെഡിക്കൽ കോളേജ് പരിസരത്ത് ഏറ്റവും വലിയ കടയാണ്. ഇത്തരം ഉൽപ്പന്നങ്ങൾ വിൽക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കടയാണ്. അപ്പം ഇത് 2 ദിവസമായി സ്വാഭാവികമായിട്ട് അടഞ്ഞു കിടക്കുകയായിരുന്നു. ഇപ്പോൾ ഈ ദുഃഖവെള്ളിയാഴ്ചയൊക്കെ ആയിരുന്നുകൊണ്ട് കട തുറന്നിരുന്നില്ല. അപ്പം അങ്ങനെയാണ് തീപിടുത്തം രാവിലെ ശ്രദ്ധയിൽപ്പെടുന്നത്. ഇപ്പോൾ സമീപത്തുള്ള ഒരു 4 കടയിലേക്ക് കൂടെ തീ പടരുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്.
പോലീസും ഫയർഫോഴ്സും എല്ലാം നല്ല ജാഗ്രതയോടുകൂടി തീ കെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ മുന്നൊരുക്ക പ്രവർത്തനങ്ങളും മുൻകരുതലുകളും എല്ലാം ഇപ്പോൾ സ്വീകരിച്ചു വരികയാണ്. ഓരോ ഘട്ടം മുന്നിട്ട് പോകുമ്പോഴും തീ അണയ്ക്കാൻ കഴിയാത്ത അകത്ത് തീ കൂടുതലായിട്ടുണ്ട്. ഈ മെത്തയായതുകൊണ്ട് ഇത് നീറിപ്പിടിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഈ കടക്കകത്തുണ്ട്. അപ്പോൾ ഇപ്പോൾ നോക്കിയാൽ കാണാം അതിൻ്റെ അകത്ത് തീ നന്നായി ആളി പടരുന്ന ഒരു സ്ഥിതിയുണ്ട്. അതിൻ്റെ മുകളിലേക്കും ഈ ബിൽഡിങ്ങിൽ ഏതാണ്ട് 30-30ഓളം വരുന്ന വ്യാപാര സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്ന ഒരു ബിൽഡിംഗാണ്. അതെല്ലാം ഈ ചെരുപ്പ് കട, മരുന്ന് കട ഉൾപ്പെടെയുള്ള പെട്ടെന്ന് കത്താനുള്ള സാധ്യതയുള്ള വ്യാപാര സ്ഥാപനങ്ങളാണ്. പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ, ബക്കറ്റുകൾ എല്ലാം വിൽക്കുന്ന കടകളാണ്. ഇതിൻ്റെ ഉടമയുമായി സംസാരിച്ചു. അങ്ങനെ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ബന്ധുവീട്ടിൽ തൃശ്ശൂർക്ക് പോയിരിക്കുകയാണ്. അവിടുന്ന് ഇപ്പോൾ തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. അയാൾ ഉടനെ തന്നെ ഇവിടെ എത്തുമെന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ വിനീത, ഇവിടെ ഇപ്പോഴും ഈ തീ അണയ്ക്കാനുള്ള ശ്രമം തുടരുന്നു. മാത്രമല്ല ഇപ്പോൾ ഈ കടയുടെ ഉടമ, തോട്ടത്തിൽ എന്ന് പറയുന്ന കടയുടെ ഉടമ ഇപ്പോൾ ഈ പ്രദേശത്തില്ല. അദ്ദേഹം ഈസ്റ്ററുമായി ബന്ധപ്പെട്ടൊക്കെ അദ്ദേഹത്തിന്റെ ബന്ധുവീട്ടിൽ പോയിരിക്കുകയാണ്. എന്തായാലും അദ്ദേഹം അല്പസമയത്തിനും തന്നെ ഇവിടേക്ക് എത്തുമെന്നുള്ളതാണ് ഇപ്പോൾ വ്യാപാരി വ്യവസായ സമിതിയുടെ മറ്റ് നേതാക്കന്മാർ പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ ഈ കടയുടെ ഒരു ഫ്രണ്ട് വശത്തെ കുറച്ച് ഭാഗങ്ങൾ അടർത്തി മാറ്റാൻ സാധിച്ചിട്ടുണ്ട്. അത് ഉടൻ തന്നെ നീക്കം ചെയ്ത് അതിനകത്തേക്ക് കയറുവാനുള്ള ചില ശ്രമങ്ങളായിരിക്കും ഇപ്പോൾ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ നടത്തുക. ഇപ്പോൾ അതൊരു 10 മണി ആയപ്പോഴത്തേനും ആ ഭാഗത്തായിട്ട് ഒരു ഷോട്ട് ആകുന്നുണ്ട്. ഈ കാക്കയൊക്കെ അടിച്ചു വീഴുന്ന പോലെ സൗണ്ട് കേട്ടു. അപ്പോൾ ഞങ്ങൾ ഇതാ നമ്മുടെ കട. ഇവിടെ നിന്ന് നമ്മൾ വെളിയിലോട്ടിറങ്ങി നിന്നപ്പോഴത്തേനും അവിടുത്തെ കടയ്ക്കകത്തുനിന്ന് പുക വരുന്നുണ്ട്. അപ്പോഴാണ് കണ്ടത്. ശരി, അതെ, അപ്പോൾ അറിയിച്ചു. നല്ല സ്റ്റോക്കുള്ള കടയാണ്. അല്ല, നല്ല സ്റ്റോക്കുള്ള കടയാണ്. കട ഈ ഫ്രണ്ട് ഈ സൈഡും ഉണ്ട്, പിന്നെ അപ്പുറ സൈഡിലും ഒരു എൽ ഷേപ്പിലാണ്. അതുവഴിയുണ്ട്. ഷോർട്ട് സർക്യൂട്ട് ആകാനാണ് വഴി. കാരണം നമ്മൾ സൗണ്ട് കേട്ട്, ഈ കാക്കയൊക്കെ ഷോർട്ടായി വീഴുന്ന സൗണ്ട് നമുക്ക് കറക്റ്റ് കേട്ട്. അതിനുശേഷം ഒരു 5 മിനിറ്റിന് അടുത്ത് ആണ് ഇതിനകത്ത് പോകാൻ വന്നത്. ഷോർട്ട് സർക്യൂട്ട് ആകാൻ പെട്ടെന്ന് പറഞ്ഞു. മിനിറ്റ് വെച്ച് ഞങ്ങൾ വിചാരിച്ചു ഇങ്ങനെ അറ്റം വരെ പെട്ടെന്ന്, അത്രയ്ക്ക് സ്പീഡിലാണ് ഇത് കത്തിക്കൊണ്ടിരുന്നത്. എന്നാലും ഫയർഫോഴ്സ് വന്നപ്പോഴത്തേനാണ് പെട്ടെന്ന് ഇതാകാൻ പറ്റി. ഫയർഫോഴ്സ് ഒരു 10-15 മിനിറ്റ് പെട്ടെന്ന് വന്നു. 10-15 മിനിറ്റ്. ഗാന്ധിനഗറില്ല, കോട്ടയം ഫയർഫോഴ്സ്.